സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം കണ്ടാൽ നമുക്ക് വലിയ അത്ഭുതം തോന്നും. ഒരു മനുഷ്യനെ പച്ചക്ക് ഇഷ്ടിക കൊണ്ട് അടിച്ചു കൊന്നത്, അതിൽ സമാധാനത്തിനെതിരായിട്ട് യാതൊന്നുമില്ല. അയാൾ അറുത്തു എന്ന് പറയുന്നുണ്ട് ഒരു പശുവിനെ. അതാണ് ശാന്തിയുടെ ഏറ്റവും വലിയ, ശാന്തിക്ക് ഏറ്റവും അധികം വിരുദ്ധമായ പ്രവർത്തനം എന്ന് പറയുന്നത് അതാണ്. ചർച്ചകൾ മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നത് പശു മനുഷ്യർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും പശുവിൻ്റെ പാലിൻ്റെ മഹത്വത്തെക്കുറിച്ചും പശു വീട്ടിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്കിനെക്കുറിച്ചും ഒരു സാധു പശുവിൻ്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മാനവികത ധ്വംസനത്തെക്കുറിച്ചുമെല്ലാമാണ് വലിയ ചർച്ച. അതേസമയം രാത്രി 10 മണിക്ക് ഒരു വീട്ടിലേക്ക് കടന്നു ചെന്ന് ആ സ്വന്തം കുടുംബക്കാരുടെ മുന്നിൽ വെച്ച് ഒരു പച്ച മനുഷ്യനെ ഇഷ്ടിക കൊണ്ട് അടിച്ചടിച്ച് കൊന്നിട്ട് അതിൽ എന്താണ് സമാധാനത്തിന് വിരുദ്ധമായി ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തോന്നുന്ന തരത്തിലേക്ക് നമ്മുടെ ആളുകളുടെ മനസ്സുകൾ വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ആധുനിക ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ഇത് താൻ അപലപിക്കേണ്ട ഒരു പ്രവർത്തനമാണ് എന്നുപോലും തോന്നാത്ത തരത്തിൽ, 2 വാക്ക് ഇതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട് എന്നുപോലും അദ്ദേഹം വിചാരിക്കാത്ത തരത്തിൽ നോർമലൈസ്ഡായി ഒരു പ്രശ്നവുമില്ലാത്തൊരു കാര്യമായി നമ്മുടെ രാജ്യത്ത് ഇത് കടന്നു പോവുകയാണ്. അത്രയും ഭീകരമായി നമ്മുടെ തലച്ചോറുകൾ വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നു തന്നെയാണ് അതിൻ്റെ അർത്ഥം. പോലീസ് ഉദ്യോഗസ്ഥരാണ് അതിലേറെ വലിയ തമാശ കാണിച്ചത്. ഒരു വീട്ടിൽ വലിയൊരു കൊലപാതകം നടക്കുന്നു. ആ കൊലപാതകത്തിൻ്റെ കൂടെ ആ കുടുംബത്തിലെ മറ്റംഗങ്ങൾ ഭീകരമായി മർദ്ദിക്കപ്പെടുന്നു. അവിടേക്ക് കടന്നു വന്ന പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത് എന്താണ്? ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്യുകയാണ്. ഇവർ ചെയ്തത് വീട്ടിനുള്ളിൽ കയറി അവിടെ റെഫ്രിജറേറ്ററിൽ ഉണ്ടായിരുന്ന ഇറച്ചി എടുത്തിട്ട് ഫോറൻസിക് പരിശോധനയ്ക്ക് കൊടുത്തേക്കാണ്. ഇത് പോത്തിൻ്റെ ഇറച്ചിയാണോ ആടിൻ്റെ ഇറച്ചിയാണോ പശുവിൻ്റെ ഇറച്ചിയാണോ എന്ന് പരിശോധിക്കാൻ. ഏതായാലും എന്താണ്, അത് ബീഫാണെങ്കിൽ, അത് മട്ടനാണെന്ന് കുടുംബക്കാർ പറയുന്നു. ബീഫാണെങ്കിൽ ആ കേസിനെ എങ്ങനെയാണത് ബാധിക്കുക, എങ്ങനെയാണ് സ്വാധീനിക്കുക, എന്ത് മാറ്റമാണ് അതിൽ വരുത്തുക? ബീഫാണെന്ന് വിചാരിക്കുക. ബീഫാണ് എന്നതുകൊണ്ട് ഈ കൊലപാതകം ശരിയാകുമോ? അവർ ചെയ്ത പ്രവർത്തനത്തിന് എന്തെങ്കിലും, അതിൻ്റെ ഭീകരതയ്ക്ക് എന്തെങ്കിലും കുറവ് വരുമോ? അവർക്ക് വിധിക്കേണ്ട ശിക്ഷ ഏതെങ്കിലും അർത്ഥത്തിൽ ലഘൂകരിക്കപ്പെടുമോ? ശുദ്ധ അസംബന്ധമെന്ന്, നോൺസെൻസ് എന്ന് ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഏത് സെൻസും വെച്ചും പറയാവുന്ന തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ പെരുമാറുന്നു. അത്ര വലിയ ആ ഒരു അസംബന്ധത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ലോകത്തിൻ്റെ മുന്നിൽ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് കാലം, ഇവിടെയാണ് ലോകം. ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട്. ഇസ്ലാം മൃഗങ്ങളെ അറുക്കുന്നതും ആ അറുത്ത മൃഗത്തിൻ്റെ മാംസം ഉപയോഗിക്കുന്നതും അനുവദിക്കുന്നു. എന്നാൽ ആരെയും അതിനുവേണ്ടി നിർബന്ധിക്കുന്നില്ല. ഒരു പൂർണ്ണ സസ്യാഹാരിക്കും നല്ലൊരു മുസ്ലിമായി ജീവിക്കാം, യാതൊരു കുഴപ്പമില്ല. എന്നാൽ മാംസഭക്ഷണം അത് നമ്മുടെ വിശുദ്ധിക്ക് നിരക്കുന്നതല്ല എന്നും അത് നിഷിദ്ധമാണ് എന്നും അത് ജീവികളോടുള്ള കാരുണ്യത്തിന് നിരക്കുന്നതല്ല എന്നുമെല്ലാം ഒരാൾ പറയാൻ തുടങ്ങിയാൽ അതിനെ ഇസ്ലാം എതിർക്കും. ഇസ്ലാം അതിനെ കാണുന്നത് മനുഷ്യൻ്റെ സ്വാഭാവികമായൊരു ഭക്ഷണം എന്നുള്ള നിലക്കാണ്. ഈ പറയുന്ന ആളുകളെല്ലാം വലിയ ജീവകാരുണ്യ സിദ്ധാന്തങ്ങളുമായാണ് ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ജീവിയെ പച്ചക്ക് കഴുത്തറുത്ത് കൊല്ലുന്ന കിരാതത്വത്തിന് കൂട്ടുനിൽക്കുന്ന മുസ്ലിങ്ങളും ഇസ്ലാമും എന്നൊക്കെയാണ് വർത്തമാനങ്ങൾ. അങ്ങനെയാണെങ്കിൽ മട്ടനാണെങ്കിൽ എങ്ങനെയാണ് പ്രശ്നം തീരുക? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മട്ടനാണെങ്കിൽ പ്രശ്നം തീരുക? ഈ പറയുന്ന ജീവികളെ അറുത്ത് കൊല്ലുന്നതിൽ കാരുണ്യ നിഷേധമാണ് പ്രശ്നമെങ്കിൽ ആ പ്രശ്നം എന്തുകൊണ്ട് പശുവിന് മാത്രം ഉണ്ടാകുന്നു? ആ പ്രശ്നം എന്തുകൊണ്ട് ആടിനുണ്ടാകുന്നില്ല? എന്തുകൊണ്ട് മറ്റു മൃഗങ്ങൾക്കുണ്ടാകുന്നില്ല? ഈ പറയുന്ന ആളുകൾ മുഴുവൻ കോഴി അറുക്കുന്നു, കോഴി ഭക്ഷിക്കുന്നു, കോഴി സുഖമായി ശാപ്പിടുന്നു, യാതൊരു കുഴപ്പമില്ല. എന്തുകൊണ്ട് ആ കാരുണ്യത്തിൻ്റെ പ്രശ്നം അവിടെ ഉത്ഭവിക്കുന്നില്ല? ഇവിടെ ഇവരെല്ലാവരും കടലിൽ നിന്ന് മത്സ്യം പിടിക്കുന്നു, ആ മത്സ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, മത്സ്യം കൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള കറികൾ ഉപയോഗിക്കുന്നു, ഈ മത്സ്യങ്ങളെ മുഴുവൻ ഇവർ കൊല്ലുന്നു. എന്തുകൊണ്ട് ഈ കാരുണ്യത്തിൻ്റെ ചോദ്യം അവിടെയൊന്നും ഉയരുന്നില്ല? ഇതൊരു മറയാണ്. കാരുണ്യത്തിൻ്റെ ബാനർ മുന്നിൽ പിടിക്കുന്നു, അകത്ത് പശു ദൈവമാണ് എന്ന വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നു. അവിടെയാണ് പ്രശ്നം. പശു ദൈവമാണ് എന്ന അന്ധവിശ്വാസമാണ് ഇവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അന്ധവിശ്വാസത്തിൽ നിന്നാണ് ഗോഹത്യ പാപമാണ് എന്ന തെറ്റിദ്ധാരണയുണ്ടാകുന്നത്. മാംസത്തിനു വേണ്ടി പശുവിനെ അറുക്കുന്നത് പാപമാണ് എന്നിവർ വിചാരിക്കുന്നത് ജീവികളോടുള്ള കാരുണ്യം കൊണ്ടല്ല. അങ്ങനെയായിരുന്നെങ്കിൽ മറ്റുള്ള മൃഗങ്ങളുടെ കാര്യത്തിലെല്ലാം ഇതേ നിലപാട് ഇവർക്കുണ്ടാകണമായിരുന്നു.
പശു ദൈവമാണോ അല്ലേ എന്ന അഭിപ്രായ വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾക്കും ഈ പറയപ്പെടുന്ന വർഗീയ ബുദ്ധിജീവികൾക്കും ഇടയിലുള്ളത് എന്ന് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കണം. ഇനി ശുദ്ധ വെജിറ്റേറിയന്മാരാണ് ബ്രാഹ്മിൻസ്, അവർക്ക് എന്തെങ്കിലും പറയാൻ അവകാശമുണ്ടോ? അവരൊന്നും ഭക്ഷിക്കുന്നില്ലേ? തീർച്ചയായും ഭക്ഷിക്കുന്നുണ്ട്. എന്താണ് അവർ ഭക്ഷിക്കുന്നത്? പച്ചക്കറി. എന്താണ് ഈ സാധനം? പച്ചക്കറി എന്ന് പറഞ്ഞാൽ, ചെടികൾ എന്ന് പറഞ്ഞാൽ, ഇലകൾ എന്ന് പറഞ്ഞാൽ, കായ്കൾ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കളാണോ? തീർച്ചയായും അല്ലല്ലോ. ചെടികൾക്ക് ജീവനില്ലേ? ആ ചെടികൾ നമ്മൾ ഭക്ഷിക്കുമ്പോൾ അവയുടെ ജീവൻ നഷ്ടപ്പെടുന്നില്ലേ? ആ ജീവൻ ഹിംസിക്കപ്പെടുന്നില്ലേ? തീർച്ചയായും ഉണ്ട്. ചെടികൾക്ക് വേദനയില്ലേ? പുതിയ കാലത്ത് ഗവേഷണങ്ങൾ പറയുന്നത് ചെടികൾക്ക് വികാരങ്ങൾ പോലും ഉണ്ട് എന്നാണ്, ചെടികൾക്ക് വേദനകൾ പോലും ഉണ്ട് എന്നാണ്. മൃഗങ്ങളെ വധിക്കുന്നത് മാത്രം ഹിംസയും ചെടികളെ വധിക്കുന്നത് അഹിംസയുമാകുന്നത് എങ്ങനെയാണ്? രണ്ടും ലിവിങ് തിങ്സ് ആണ്. ബയോളജിയുടെ ബാലപാഠങ്ങൾ അറിയുന്നവർക്കറിയാം, രണ്ടും ലിവിങ് തിങ്സ് ആണ്. രണ്ടും ലിവിങ് തിങ്സ് ആയിരിക്കെ ഒരു കാറ്റഗറിയിൽ പെട്ടവയെ കൊല്ലുന്നത് മാത്രം ഹിംസയും മറ്റേ കാറ്റഗറിയിൽ പെട്ടവരെ കൊല്ലുന്നത് അഹിംസയും എന്ന് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? പിന്നെ പറയും ചില ആളുകൾ, ചെടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൂവ് ചെയ്യാൻ പറ്റൂല, ഓടാൻ പറ്റൂല, അവർക്ക് പ്രതികരിക്കാൻ കഴിയില്ല, അവർക്ക് പിന്നെ ശബ്ദമുണ്ടാക്കാൻ കഴിയില്ല, നിലവിളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഓടാൻ കഴിയാത്ത, നിലവിളിക്കാൻ കഴിയാത്ത, ശബ്ദമുണ്ടാക്കാൻ കഴിയാത്ത ഒരു സാധുവിനെ കൊല്ലുന്നതാണോ, എല്ലാത്തിനും കഴിയുന്ന മറ്റൊരാളെ കൊല്ലുന്നതാണോ കൂടുതൽ ഭീകരം? എവിടെ രണ്ടു കൂട്ടർക്കും ജീവനുണ്ടെങ്കിൽ, രണ്ടു കൂട്ടർക്കും വേദനയുണ്ടെങ്കിൽ ഒരാൾക്ക് ഓടി രക്ഷപ്പെടാനോ പ്രതികരിക്കാനോ കഴിയില്ല എന്നത് മാത്രമാണ് വ്യത്യാസമെങ്കിൽ ഇതിലേതാണ് ഭീകരമാകേണ്ടത്? ഇവിടെയാണ് ഈ അസംബന്ധങ്ങൾ ഒന്നുമല്ല യഥാർത്ഥത്തിലുള്ള ഇവരുടെ പ്രചോദകം എന്ന് നമ്മൾ വളരെ കൃത്യമായി തിരിച്ചറിയേണ്ടത്. ഇവർ യഥാർത്ഥത്തിൽ പശു ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്, തീർച്ചയായും. വിശേഷിച്ചും ഇന്ത്യയിൽ ഏത് തരം വിശ്വാസവും ആദർശവും കാത്തു സൂക്ഷിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളൊരു നാട്ടിൽ പശു ദൈവമാണ് എന്ന് വിശ്വസിക്കാനും പശുവിറച്ചി തിന്നുന്നത് പാപമാണ് എന്ന് വിശ്വസിക്കാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ വിശ്വാസത്തെ ഇന്ത്യക്കാർ എല്ലാവരും ഏറ്റെടുക്കണമെന്ന് ശാഠ്യം പിടിക്കുകയും ആ വിശ്വാസമില്ലാത്തവരെ മുഴുവൻ വകവരുത്തും എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുകയും ആ പ്രഖ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ ഇവിടെയുള്ള നിയമവാഴ്ചയെ വെല്ലുവിളിച്ചുകൊണ്ട് തെരുവ് ഗുണ്ടായിസം കാണിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോകാൻ തുടങ്ങിയാൽ, ഓരോരുത്തരും അവനവന്റെ വിശ്വാസം മറ്റുള്ളവർക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിലെ അവസ്ഥ? ഇവിടെ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഭാരതത്തിന്റെ പൊതു പാരമ്പര്യമാണ്, പൈതൃകമാണ് എന്ന അവകാശവാദം തന്നെ തെറ്റാണ്. ഗോമാംസം നിഷിദ്ധമാണ് എന്ന പൊതുവായ നിലപാട് ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിട്ടേ ഇല്ല ഹിന്ദുക്കൾക്ക്. ഇന്ത്യയിലെ ഹിന്ദുക്കൾ, ഇവിടെ ഉണ്ടായിരുന്ന ആര്യന്മാർ ഇന്ത്യയിലേക്ക് കടന്നു വന്ന് ഇവിടെ അവരുടെ മതം സ്ഥാപിച്ച സമയത്ത് അവർ ഇടയന്മാരായിരുന്നു. അവരുടെ കാര്യമായ പണി തന്നെ പശുക്കളെയും പോത്തുകളെയും എല്ലാം വളർത്തുകയും അവരുടെ പാൽ വിൽക്കുകയും അവരുടെ ഇറച്ചി ഉപയോഗിക്കുകയും എല്ലാമായിരുന്നു. മൃഗവധം എന്നത്, കന്നുകാലി വധം എന്നത് ഇന്ത്യയിൽ സർവ്വസാധാരണമായിരുന്നു. കാരണം ഒരു ഇടയ സംസ്കൃതി എന്ന നിലയിൽ അവരുടെ ഭക്ഷണത്തിന്റെ പ്രധാനപ്പെട്ട സ്രോതസ് തന്നെ കന്നുകാലി അറവായിരുന്നു. ചരിത്ര ഗ്രന്ഥങ്ങൾ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണിത്. ഈ ഇടയ സംസ്കൃതിയിൽ നിന്നാണ് ഈ പറയപ്പെടുന്ന തരത്തിലുള്ള ഭാരതീയ സംസ്കാരം ഉണ്ടാകുന്നത്. ആ ഭാരതീയ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തന്നെ യജ്ഞങ്ങളും യാഗങ്ങളുമായിരുന്നു. ഇന്ത്യയുടെ ചരിത്രം പഠിച്ചവർക്കറിയാം, ഇന്ത്യയിലെ ഹിന്ദുക്കൾ നൂറ്റാണ്ടുകളോളം അവരുടെ മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തന്നെ യജ്ഞങ്ങളും യാഗങ്ങളുമായിരുന്നു. എന്തായിരുന്നു യജ്ഞങ്ങളും യാഗങ്ങളും? ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള മൃഗബലികൾ, ഇന്ദ്രദേവനെ പ്രീതിപ്പെടുത്താൻ, അഗ്നിദേവനെ പ്രീതിപ്പെടുത്താൻ, മറ്റു ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ, അതിനുവേണ്ടി കന്നുകാലികളെ കൊന്നുകൂട്ടി കന്നുകാലികളുടെ ശരീരവും കന്നുകാലികളുടെ രക്തവുമെല്ലാം ദേവന്മാർക്ക് നിവേദ്യമായി സമർപ്പിക്കുവാൻ വേണ്ടി യാഗശാലകൾ ഉണ്ടാക്കി, അവിടെ അഗ്നികുണ്ഡങ്ങൾ ഉണ്ടാക്കി ആ അഗ്നിയിലേക്ക് ഈ ഇറച്ചി നിവേദ്യമായി സമർപ്പിച്ച ശേഷം നിവേദ്യമായി സമർപ്പിക്കപ്പെട്ടതും അല്ലാത്തതുമായ ഇറച്ചി സ്വയം ഭക്ഷിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ഹിന്ദു മതം എന്ന് നമ്മൾ വിളിക്കുന്ന മതം തന്നെ വളർന്നു വന്നതും വികസിച്ചതുമെല്ലാം. ഹിന്ദുമതത്തിന്റെ അടിസ്ഥാനപരമായ അനുഷ്ഠാനങ്ങളിലൊന്നായിരുന്നു യജ്ഞങ്ങളും യാഗങ്ങളും. വളരെ വലിയ യാഗശാലകൾ, യജ്ഞശാലകൾ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. അവിടെയെല്ലാം എത്രയോ കന്നുകാലികൾ അറുക്കപ്പെട്ടു. അവയുടെ എല്ലാം മാംസം ആ യജ്ഞവും യാഗവും നടത്തിയവർ മുഴുവൻ ഭക്ഷിച്ചു. അങ്ങനെയാണ് ഇന്ത്യയുടെ ചരിത്രം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു പേരുണ്ട്, അശ്വമേധം. അശ്വമേധം ഒരു ടെലിവിഷൻ പ്രോഗ്രാമിന്റെ പേരാണെന്നാണ് നമ്മളിൽ പലരുടെയും വിചാരം. യഥാർത്ഥത്തിൽ അശ്വമേധം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു യാഗമാണ്. ഈ പറയപ്പെട്ടതുപോലെയുള്ളൊരു യാഗം, വളരെ പ്രശസ്തമായ യാഗം. വാജപേയ യാഗത്തെ പോലെ, രാജസൂയ യാഗത്തെ പോലെ, സൗത്രാമണി യാഗത്തെ പോലെ അങ്ങനെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മൃഗബലിയിൽ അധിഷ്ഠിതമായ വ്യത്യസ്ത യാഗങ്ങളുടെ കൂട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു യാഗമാണ് അശ്വമേധ യാഗം.
ഈ അശ്വമേധ യാഗത്തെക്കുറിച്ച് ഋഗ്വേദത്തിലും യജുർവേദത്തിന്റെ ബ്രാഹ്മണമായ ശതപഥ ബ്രാഹ്മണത്തിലും എല്ലാം പരാമർശങ്ങളുണ്ട്. എന്തായിരുന്നു അശ്വമേധയാഗം? ഒരു കുതിരയെ കെട്ടഴിച്ചു വിടും, രാജ്യത്ത് അലഞ്ഞു തിരിയാൻ, ഇഷ്ടമുള്ളതെല്ലാം ഭക്ഷിക്കാൻ, ഒരു വർഷത്തേക്ക്. അതിനിടയിൽ ഈ ഒരു വർഷത്തിനിടയിൽ വിവിധ തരത്തിലുള്ള കന്നുകാലികളെയും മൃഗങ്ങളെയും എല്ലാം ബലിയിറക്കും. അവയുടെ ഇറച്ചി ദേവന്മാരുടെ പ്രീതിക്കു വേണ്ടി നേദിച്ചുകൊണ്ടേയിരിക്കും. അവസാനം ഒരു വർഷം തികയുമ്പോൾ ഈ കുതിരയെ പിടിച്ചുകെട്ടി തിരിച്ചു കൊണ്ടുവരും. ആ കുതിരയെ ശ്വാസം മുട്ടിച്ചു കൊല്ലും. എന്നിട്ട് രാജാവിന്റെ പ്രധാനപ്പെട്ട ഭാര്യയെ, പട്ടമഹിഷിയെ കുതിരയുടെ ശരീരത്തിലേക്ക് വീഴ്ത്തും. കുതിരയുടെ ശരീരത്തിൽ കിടക്കാൻ അവളെ നിർബന്ധിക്കും. എന്നിട്ട് ഒരു പുതപ്പ് കൊണ്ട് രാജാവിന്റെ പ്രധാന ഭാര്യയെയും കുതിരയെയും മൂടും. എന്നിട്ട് ഈ പ്രധാന ഭാര്യയെ കൊണ്ട് ചത്ത കുതിരയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവിക്കും. ഇത് ഇന്ത്യയിൽ നടന്നതാണ്. അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവിച്ച ശേഷം പട്ടമഹിഷി തിരിച്ചു വരുന്നു. അവൾ ആ പുതപ്പ് മാറ്റുന്നു, കുതിരയെ കഷ്ണം കഷ്ണമായി നുറുക്കുന്നു, കുതിരയെ ദേവന്മാരുടെ പ്രീതിക്കു വേണ്ടി നേദിക്കുന്നു, കുതിരയുടെ രക്തവും ദേവന്മാരുടെ പ്രീതിക്കു വേണ്ടി നേദിക്കുന്നു. ഇത് ഇന്ത്യയിൽ ഉണ്ടായതാണ്. കുതിര മാത്രമല്ല, ഈ അശ്വമേധ യാഗം നടക്കുമ്പോഴേക്ക് അതിൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് മൃഗങ്ങളാണ് ഈ ഒരു വർഷത്തിനിടക്ക് ബലി കഴിക്കപ്പെടുന്നത്, ബലി ചെയ്യപ്പെടുന്നത്. അത്തരമൊരു സംസ്കാരത്തിൽ നിന്നാണ് ഇന്ത്യ വരുന്നത്. അതായിരുന്നു ഹിന്ദു മതത്തിന്റെ മുഖം. പിന്നെ എന്നു മുതലാണ് ഇത് പാടില്ല എന്നൊരു നിലപാടുണ്ടായത്? നമ്മൾ കൃത്യമായി പരിശോധിക്കണം. ഇത് സാധാരണ പറയാറുള്ളത് ശ്രീബുദ്ധനാണ് ഇത്തരമൊരു നിലപാട് ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് എന്നാണ്. ശ്രീബുദ്ധൻ മാംസാഹാരത്തിനെതിരെ കലാപം നടത്തി, മൃഗങ്ങളെ അറുക്കുന്നതിനെതിരെ അദ്ദേഹം കലാപം നടത്തി. സത്യത്തിൽ ശ്രീബുദ്ധൻ കലാപം നടത്തിയത് മാംസഭക്ഷണത്തിനെതിരെയല്ല, ഈ സംസ്കാരത്തിനെതിരെയാണ്. ഈ പറയപ്പെടുന്ന സംസ്കാരം ഒരാവശ്യവുമില്ലാതെ ആളുകൾക്ക് ഭക്ഷിക്കാനല്ലാതെ ദേവന്മാരുടെ പ്രീതിക്കു വേണ്ടി എന്ന പേരിൽ 10,000-കണക്കിന് മൃഗങ്ങളെ കൊന്നുകൂട്ടുന്ന ഒരു മതസംസ്കാരത്തിന്റെ മാനവിക വിരുദ്ധമായ മുഖത്തിനെതിരെയാണ് യഥാർത്ഥത്തിൽ ശ്രീബുദ്ധന്റെ കലാപം ഉണ്ടായത്. അത് ഏത് സാമൂഹ്യ പരിഷ്കർത്താവും അക്കാലത്ത് പറഞ്ഞു പോകുന്ന വാചകങ്ങളാണ്. കാരണം അതിനു മാത്രം മൃഗരക്തമാണ് ഒരാവശ്യവുമില്ലാതെ ഇന്ത്യയിൽ അന്ന് ചിന്തിക്കൊണ്ടിരുന്നത് യാഗശാലകളിൽ, മനുഷ്യർക്ക് ഭക്ഷിക്കാൻ വേണ്ടിയല്ല. അങ്ങനെയുള്ളൊരു സംസ്കാരത്തിന്റെ മാനവിക വിരുദ്ധതയെക്കുറിച്ച് ബുദ്ധൻ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനുയായികൾ അതിനെ വ്യാഖ്യാനിക്കുകയും പൊലിപ്പിക്കുകയും മൃഗമാംസം തന്നെ നിഷിദ്ധമാണ് എന്ന ആത്യന്തികതയിലേക്ക് അതിനെ കൊണ്ടുപോവുകയുമെല്ലാം ചെയ്തു എന്നത് വേറെ വിഷയം. പിൽക്കാലത്ത് നമ്മൾ കാണുന്നത് ബ്രാഹ്മണന്മാർ ഇതിന്റെ വക്താക്കളായി വരുന്നതാണ്. ഈ മൃഗമാംസ വിരുദ്ധതയുടെ വക്താക്കളായി ബ്രാഹ്മണന്മാർ പ്രത്യക്ഷപ്പെടുന്നു. ബ്രാഹ്മണന്മാർ തന്നെയായിരുന്നു യജ്ഞത്തിന്റെയും യാഗത്തിന്റെയും എല്ലാം വക്താക്കൾ. അവർ തന്നെയായിരുന്നു ഈ രീതിയിൽ മൃഗങ്ങളെ അറുത്ത് ദൈവങ്ങൾക്ക് നിവേദിക്കാൻ കാർമ്മികത്വം വഹിച്ചിരുന്ന ആളുകൾ. ആ ബ്രാഹ്മണന്മാർ തന്നെ പിൽക്കാലത്ത് മൃഗമാംസ വിരുദ്ധതയുടെ വലിയ പതാകയുമായി രംഗത്ത് വരുന്നു. ഇതെന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞൊരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞത് അത് മറ്റൊന്നുകൊണ്ടുമല്ല, ബുദ്ധൻ ജാതിക്കെതിരെ കലാപം നയിച്ചു, ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ കലാപം നയിച്ചു. ബ്രാഹ്മണന്മാരെ ആളുകൾക്ക് മുന്നിൽ അദ്ദേഹം കുറ്റക്കാരാക്കി നിർത്തി. ഒരു കാരണവുമില്ലാതെ യജ്ഞശാലകളിൽ ആയിരക്കണക്കിന് മൃഗങ്ങളെ കുരുതി കൊടുക്കുന്ന ക്രൂരന്മാർ എന്ന തരത്തിൽ അദ്ദേഹം ബ്രാഹ്മണന്മാരെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ആ സംവാദത്തിൽ ബ്രാഹ്മണന്മാർക്ക് പിടിച്ചു നിൽക്കണമായിരുന്നു. അങ്ങനെ പിടിച്ചു നിൽക്കാൻ ബുദ്ധനേക്കാൾ വലിയ മൃഗബലി വിരുദ്ധരായി അവർ സ്വയം അവതരിച്ചു. അങ്ങനെ കാലക്രമത്തിൽ ബുദ്ധന്റെ ആശയങ്ങളെ അവർ ഏറ്റെടുക്കുകയും ഞങ്ങൾ മൃഗങ്ങളെ അറുക്കാത്തവർ, മൃഗങ്ങളെ വധിക്കാത്തവർ എന്ന നിലപാട് നിലനിർത്തുകയും ആ നിലപാടിലൂടെ ജനങ്ങളിൽ സ്വാധീനം നിലനിർത്താൻ വേണ്ടി അവർ പരിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെട്ട ബ്രാഹ്മണന്മാർക്ക് മുകളിൽ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു നിലപാടാണ് വാസ്തവത്തിൽ മൃഗബലി വിരുദ്ധത എന്നത്. അവിടെ പോലും അത് ബ്രാഹ്മണന്മാരുടെ മാത്രം നിലപാടായിരുന്നു. ആ സമയത്താണ് ഇന്ത്യയിൽ പശു ദൈവമാണ് എന്ന നിലപാട് വളർന്നു വരുന്നത്. ഒരു ആനുകാലിക പ്രശ്നം എന്ന നിലക്ക് അതിന്റെ പശ്ചാത്തലം മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത്. പശു ദൈവമാണ് എന്ന നിലപാട് ഇന്ത്യയിൽ വളർന്നു വരുന്നത് വളരെ വൈകിയാണ്. പശു ദൈവമാണ് എന്ന സങ്കല്പം ഇന്ത്യക്കാർക്ക് മുമ്പുണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് ശ്രീകൃഷ്ണൻ ഇന്ത്യയിലെ പ്രധാന ദൈവമായി മാറി. ശ്രീകൃഷ്ണൻ ഗോവിന്ദൻ എന്നാണ് അറിയപ്പെട്ടത്. ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ പശുക്കളെ മേയ്ക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. കൃഷ്ണനെ കുറിച്ചുള്ള പുരാണങ്ങളിൽ പശുക്കൾ നിറഞ്ഞു നിൽക്കുന്നു. അവിടെ കൃഷ്ണൻ ദൈവമായി പ്രതിഷ്ഠിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായും കൃഷ്ണന്റെ ജീവിത പരിസരത്തിലുണ്ടായിരുന്ന പശുക്കൾക്ക് കൂടി ആ വിശുദ്ധി കൽപ്പിക്കപ്പെടുകയും പശുവിനെ പൂജിക്കുന്ന ഒരു സംസ്കാരം ഇന്ത്യയിൽ വളർന്നു വരികയും ചെയ്തു. ഇത് വളരെ 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 വൈകി മാത്രം സംഭവിക്കുന്നതാണ്. കൃഷ്ണനെ കുറിച്ചോ കൃഷ്ണൻ ദൈവമാണ് എന്ന സങ്കല്പത്തെക്കുറിച്ചോ ഹിന്ദു മതത്തിന്റെ അടിസ്ഥാന
ഗ്രന്ഥങ്ങളായ വേദങ്ങളിൽ യാതൊരു പരാമർശവുമില്ല. വേദങ്ങളുടെ കാലം കഴിഞ്ഞ് ഒരുപാട് നൂറ്റാണ്ടുകൾ പിന്നിട്ട ശേഷമാണ് കൃഷ്ണൻ ദൈവമാണ് എന്ന സങ്കല്പമുണ്ടാകുന്നതും ആ സങ്കല്പത്തിന്റെ വെളിച്ചത്തിൽ പശു ദൈവമായി ചിത്രീകരിക്കപ്പെടുന്നതുമെല്ലാം. പശു ദൈവമായി ചിത്രീകരിക്കപ്പെട്ടപ്പോൾ ഇന്ത്യയിലെ സവർണർ മുഴുവൻ പശുമാംസത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ തീരുമാനിച്ചു. പശുമാംസം കഴിക്കുന്നവരെ, ബീഫ് കഴിക്കുന്നവരെ അവർ അധമരായി മുദ്രകുത്തി, ചണ്ടാളരായി മുദ്രകുത്തി. ഇന്ത്യയിലെ അവർണർ തൊട്ടുകൂടാത്തവരാണ്, അവരെ നമുക്ക് പീഡിപ്പിക്കാം, അവർ നീചന്മാരാണ്, കാരണം അവർ ഗോമാംസം കഴിക്കുന്നവരാണ് എന്ന പ്രചണ്ഡമായ പ്രചാരണമുണ്ടായി. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ, അധസ്ഥിതരെ, അവർണരെ അവരെ പീഡിപ്പിക്കാൻ വേണ്ടി, അവർക്ക് ഭ്രഷ്ട് കൽപ്പിക്കാൻ വേണ്ടി, അവർക്ക് അയിത്തം കൽപ്പിക്കാൻ വേണ്ടി വളരെ ബോധപൂർവം നിർമ്മിച്ചു കൊണ്ടുവന്നൊരു ഒരു സിദ്ധാന്തമായിരുന്നു ഇത്. ബീഫ് കഴിക്കുന്നവർ അവിശുദ്ധർ, ബീഫ് കഴിക്കാത്ത ആളുകൾ സവർണർ, അവർ പരിശുദ്ധർ. ഈ പരിശുദ്ധരെ അവിശുദ്ധർ തൊട്ടുകൂടാ, അതുകൊണ്ട് അയിത്തം ഉണ്ടാകണം, തൊടലും തീണ്ടലും ആചരിക്കണം. ഇങ്ങനെ ജാതി ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി വളരെ ബോധപൂർവം നിർമ്മിച്ചെടുത്തൊരു സിദ്ധാന്തമായിരുന്നു വാസ്തവത്തിൽ ബീഫിനെതിരെയുള്ള സിദ്ധാന്തങ്ങൾ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബ്രിട്ടീഷ് കാലമായപ്പോഴേക്കും ഇന്ത്യയിലെ ചില ബുദ്ധിജീവികൾ അവർ പുതിയ ചില പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചു. അവർ പറഞ്ഞത് ശുദ്ധമായ കളവുകളാണ്. അവർ പറഞ്ഞത് ചിരപുരാതന കാലം മുതൽ തന്നെ ഇന്ത്യയിൽ ബീഫ് നിഷിദ്ധമായിരുന്നു. ഇന്ത്യയിലേക്ക് കടന്നു വന്ന മുസ്ലിങ്ങളാണ് ഇന്ത്യക്കാരെ ബീഫ് തിന്നാൻ പഠിപ്പിച്ചത്. അങ്ങനെ ഇന്ത്യയെ നശിപ്പിച്ചത് ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ്. ബീഫിന്റെ വക്താക്കളായ മുസ്ലിങ്ങൾക്കെതിരെ നമ്മൾ സംഘടിക്കണം എന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ. ശുദ്ധ കളവായിരുന്നു ഇത്. ഈ പറയപ്പെട്ടതുപോലെ ഇന്ത്യയിൽ അങ്ങനെയൊരു നിലപാടേ ഉണ്ടായിരുന്നില്ല. ഈ പറയപ്പെട്ട സാമൂഹ്യ സാഹചര്യങ്ങളുടെ ഫലമായി പിൽക്കാലത്ത് ഉരുത്തിരിഞ്ഞു വന്നൊരു നിലപാടാണത്. ആ നിലപാടിനെ ഇന്ത്യയുടെ ഒരു നിലപാടായി ഉയർത്തി കാണിക്കുകയും ആ നിലപാട് അംഗീകരിക്കാത്ത മുസ്ലിങ്ങളെ ദേശവിരുദ്ധരായി മുദ്ര കുത്തുകയും ചെയ്തു ഇവർ. നമ്മളിന്ന് പറയുന്ന ഈ സാധു മനുഷ്യനെ അടിച്ചുകൊന്ന സംഭവം ഇത് ആദ്യത്തേതൊന്നുമല്ല. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇതേപോലെ പശുവിനെ അറുത്തു എന്നതിൻ്റെ പേരിൽ, മൃഗമാംസം ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിൽ മുസ്ലിങ്ങളെ അടിച്ചുകൊന്ന സംഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ വർഗീയ ക്യാമ്പയിനുകളുടെ ഫലമായി, ഗോമാംസ വിശുദ്ധിക്കു വേണ്ടിയുള്ള പ്രഭാഷണങ്ങളുടെ ഫലമായി വളരെ ഭീകരമായ കലാപങ്ങളും വർഗീയ കൊലപാതകങ്ങളും എല്ലാം നമ്മുടെ നാട്ടിലുണ്ടായി. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് സത്യം. ഇവിടെ രണ്ട് ധർമ്മങ്ങൾ നമുക്ക് നിർവഹിക്കാനുണ്ട്. ഒന്നാമതായി, ഈ ക്യാമ്പയിനിൽ ഉള്ളടങ്ങിയിട്ടുള്ള ഒരുപാട് കളവുകൾ, ബീഫ് കഴിക്കുക എന്നത് ഇന്ത്യൻ സംസ്കാരത്തിന് വിരുദ്ധമാണ് എന്ന തരത്തിലുള്ള പ്രചരണത്തിന്റെ പൊള്ളത്തരം തുറന്നു കാണിക്കാൻ നമുക്ക് കഴിയണം. രണ്ടാമതായി, ഇതിന്റെ പ്രചോദകം യഥാർത്ഥത്തിൽ അഹിംസയോ മൃഗങ്ങളോടുള്ള കാരുണ്യമോ അല്ല, മറിച്ച് പശു ദൈവമാണ് എന്ന അന്ധവിശ്വാസമാണ് എന്ന് സ്ഥാപിക്കുവാനും ആ അന്ധവിശ്വാസത്തിന്റെ അടിസ്ഥാനരാഹിത്യം തുറന്നു കാണിക്കാനും നമുക്കാകണം. മൂന്നാമതായി, ഒരു ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക് എന്ന നിലയിൽ പശു ദൈവമാണ് എന്ന് വിശ്വസിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ അങ്ങനെയല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക്, പശുമാംസം ഭക്ഷിക്കാം എന്ന നിലപാടുള്ളവർക്ക് ആ നിലപാട് ഉയർത്തിപ്പിടിക്കുവാനും ഇന്ത്യയിൽ ഭരണഘടനാപരമായി തന്നെ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പൊതുസമൂഹത്തോട് ഉറക്കെ പറയാനും ആ നിലപാട് സമർത്ഥിക്കുവാനും നമുക്കാകണം. നാലാമതായി, ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിയമത്തിന്റെ വരുതിയിൽ നിന്നുകൊണ്ട് മാത്രം, നിയമവാഴ്ചയുടെ കൂടെ നിന്നുകൊണ്ട് മാത്രം, നിയമപരമായി മാത്രം ഇത്തരം അനീതികൾക്കെതിരിൽ പോരാടുവാനും നിയമവിരുദ്ധമായ മാർഗങ്ങളിലേക്ക്, വൈകാരികമായ പൊട്ടിത്തെറികളിലേക്ക് ഈ പ്രതിഷേധം പോകാതിരിക്കുവാനുമുള്ള ജാഗ്രത നമ്മൾ കാണിക്കണം. ഇത്രയുമായാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ മറ്റെല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതുപോലെ ഈ പ്രശ്നത്തെയും നമുക്ക് എളുപ്പത്തിൽ മറികടക്കാൻ കഴിയും എന്നതാണ് സത്യം. അതിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.